ഇപ്പൊ വിൻ ചെയ്താലും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസേർവിംഗ് അല്ലാത്ത വിന്നിങ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞു. പിന്നെ 50 ലക്ഷത്തിന് കിട്ടിയതിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ എന്തായിരുന്നു ശരിക്കും? എന്തായാലും വിഷമാവൂലേ? കാരണം എടാ ഞാൻ ബിഗ് ബോസിൽ ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും, ഞാൻ ഡിസേർവ് ചെയ്യുന്നതിന് മാത്രം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ മതി. അല്ലാതെ എനിക്ക് കാരണം അവർക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ട് ഞാൻ വിൻ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? അവിടെ എനിക്കൊന്നും കിട്ടാനില്ല. ഞാൻ അവിടെ 100 days നിൽക്കുക എന്ന് പറയുന്നത് അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അവിടെ നമ്മൾ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായാലും എങ്ങനെ നിന്നാലും നമ്മളാണ് അവിടെ നിൽക്കേണ്ടത്. നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. കാരണം ഞാൻ ഒരുപാട് പേര് അവിടെ വീക്കായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെക്കാളും ഏജ് ആയിട്ടുള്ള ആളുകൾ പോലും ഒരുപാട് വീക്കായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും എന്നോട് തന്നെ എനിക്ക് അഭിമാനം തോന്നിയ കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ എന്നെ കൺഫെഷൻ റൂം വഴി ഇറക്കി വിടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. എത്രത്തോളം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും, എത്ര എനിക്ക് സഹിക്കാൻ പറ്റും, അത്രയും സഹിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ പോലും കേട്ടിട്ട് പോലും ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഡിസേർവിങ് അല്ല എന്ന് അവർ പറയുമ്പം എനിക്ക് സത്യത്തിൽ വിഷമം തോന്നാറുണ്ട്. കാരണം ഇതൊക്കെ അനുഭവിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് അവർ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തത്. അങ്ങനെ ഒരു വിന്നർ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പം അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യത്തിൽ. അല്ല, ഈവൻ ഇപ്പൊ 50 lakhs കിട്ടിയതും എന്നാൽ അത് വെച്ചിട്ട് പിന്നെ ആ കിട്ടിയ പൈസേനെ ബേസ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ടും ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി. ഞാൻ ആക്ച്വലി ഒരു കാറിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു, 2 പേരെ പറ്റിച്ചുണ്ടാക്കിയ 50 lakhs കൊണ്ട് ഞാൻ ആ കാർ വാങ്ങി. ആ കാറിന്റെ പൈസ 1.5 കോടി രൂപയാണ്. ഓക്കെ, എനിക്ക് ആകെ കിട്ടിയത് 50 lakhs. അതും ടാക്സ് കഴിഞ്ഞിട്ട് എത്ര കിട്ടും നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയുള്ള കുറേ തംബ്നെയിൽസ് ഒക്കെ ഇട്ടിട്ട് കുറേ വീഡിയോസുകൾ വരിക, കുറേ കമന്റ്സുകൾ വരിക, അങ്ങനെയൊക്കെ ഫസ്റ്റൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എന്നെക്കാളും വിഷമം ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ എനിക്ക് ആദ്യമേ ഉള്ളൊരു ഇതാണ്, എൻ്റെ ചുറ്റുമുള്ളവരും ഞാൻ കാരണം സങ്കടപ്പെടരുത് എന്ന് ആദ്യമേ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അവർ സങ്കടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ ചേച്ചിയാണ്, അനിയത്തിയാണെങ്കിൽ അച്ഛനാണ്, അമ്മയാണ്. കാരണം ഞാൻ അങ്ങനെ ഇതുവരെ ഒരാൾ എന്നെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ. ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കുറേ കോൺട്രവേഴ്സീസും ഇങ്ങനത്തെ കുറേ തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ അത് പുതിയതാണ്. അപ്പോൾ അവരത് കാണുമ്പോൾ അവർക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കരഞ്ഞിട്ട് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വേണ്ടായിരുന്നു, ഞാൻ എടുത്ത ഡിസിഷൻ റോങ് ആയിരുന്നു എന്നൊക്കെ അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കാരണം അവർ വിഷമിക്കുന്നു, എൻ്റെ ചേച്ചി അനിയത്തി വിഷമിക്കുന്നു, അവർ കുറേ തെറി കേൾക്കുന്നു. എന്താവശ്യത്തിന് അവർക്ക് എന്നോട് ദേഷ്യം, അവർക്ക് എന്നോട് പറഞ്ഞതിൽ എനിക്ക് വിഷയമില്ല. എൻ്റെ ചുറ്റുള്ളവർ അനുഭവിക്കുന്നതാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. പക്ഷെ ഇപ്പം എനിക്കുണ്ടല്ലോ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. അത്രയും ഞാൻ കേട്ടു. ഇനി അതിലും വലുതായിട്ട് എന്തെങ്കിലും കേൾക്കാനുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇപ്പം എനിക്ക് അതൊന്നും ഏൽക്കുന്നില്ല സത്യത്തിൽ. അതാ ഇപ്പൊ ദിൽഷേന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇനി കേൾക്കാനൊന്നുമില്ല, ഒരു ടോപ്പിക്കിനെ പറ്റി ഇനി കേൾക്കാനില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എന്ത് വന്നാലും അത് അത്ര വലിയ ബാധിക്കും തോന്നുന്നു. അതത്രേ ഉള്ളൂ. കാരണം ഒരു പെൺകുട്ടി കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള, കാരണം അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നോ അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരുപാട് പേര്. എനിക്ക് അതിലാണ് വിഷമം. കാരണം ഒരാളൊരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു കടിച്ച പൊട്ടത്തെ തംബ്നെയിലൊക്കെ ഇട്ടിട്ട് ദിൽഷ ഇന്ന ആളുടെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇടുമ്പോഴും അതിൽ സത്യമുണ്ട്, അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നെങ്കിലും അറിഞ്ഞിട്ട് നമ്മളത് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കും നെവർ മൈൻഡ്. അല്ല, ഇപ്പൊ ഫൈനൽസില് റിയാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്ലെസ്ലി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആളുകൾ പറഞ്ഞത് ഡോക്ടറിന് കിട്ടേണ്ട വോട്ടാണ് ദിൽഷയ്ക്ക്, ആ ഡോക്ടറിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ വോട്ട് അങ്ങോട്ട് വന്നേന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര വിൻ ചെയ്യുമ്പോഴും ദിൽഷയ്ക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നോ? സത്യത്തില് ഇപ്പൊ അവര് പറയുന്നതിൽ ഞാൻ തെറ്റ് പറയില്ല. കാരണം അവിടെ ഡോക്ടർ ഔട്ടായില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ ജയിക്കാം, ഒരു സംശയമില്ല. മേ ബി ഞാനൊരു സെക്കൻഡോ തേർഡോ എത്തുള്ളൂ, അതെനിക്കറിയാം. ഞാനും ഇത് കാണുന്നതാണ്. ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഡോക്ടർക്കുള്ള ഫാൻസ് എന്ന് പറയുന്നത് വേറെ ലെവല് ഫാൻസ് ആണ്. അത് പിന്നീടൊന്നും ഇന്റർവ്യൂസിലും പറയുന്നുണ്ട്. അതിപ്പം ഞാനിപ്പം ഡോക്ടർ ഔട്ടായില്ലെങ്കിൽ ഉറപ്പായിട്ട് ഡോക്ടർ വിൻ ചെയ്യേണ്ട ഒരു ഷോ ആണത്. അതിപ്പം ഞാനിപ്പോൾ ഡോക്ടർ ഔട്ടായി, ഇപ്പോൾ ഡോക്ടറിന്റെ ഫ്രണ്ട് എന്ന നിലയിലായിരിക്കും മേ ബി ഒരുപാട് പേര് എനിക്ക് വോട്ട് ചെയ്തിട്ടായിരിക്കും മേ ബി ഞാൻ ജയിച്ചിട്ടുണ്ടാവാം. അതൊന്നും ഞാൻ റിജക്ട് ചെയ്യുന്നില്ല. കാരണം അതൊക്കെ പരമാർത്ഥമായ സത്യമാണ്. അതൊന്നും റിജക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് വളരെ എളിമയോട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മള്. അതത്രേ ഉള്ളൂടാ. കാരണം ആർക്കും അറിയാതെ. കാരണം ഡോക്ടർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഞങ്ങളുടെ കോംബോ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്, അവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വിൻ ചെയ്തത്. അതിനൊന്നും എനിക്ക് ഒരു പരാതിയും ഇല്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കുറേ സംഭവങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് അതിലൊക്കെയാണ് സങ്കടം.
എനിക്ക് തോന്നുന്നു അതിനുശേഷം എനിക്ക് ആ ഒരു വീഡിയോ ദിൽഷ ചെയ്തത് അല്ലേ. അതിൻ്റെ പിന്നിലും ഒരുപാട് സ്റ്റോറികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാം നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് വന്നിട്ടോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന എല്ലാം എനിക്കൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറയാം, എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ടാവും. ആ റീസൺ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിക്ക് മാത്രമേ എനിക്കറിയാം. ചിലപ്പോൾ അത് നാട്ടുകാരോട് പറയുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലായിരിക്കും, അത് എന്നിൽ തന്നെ പറയണ്ട. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതിന്റെ അർത്ഥം അത് സത്യമാണെന്നല്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ അതിനിപ്പോ തെളിയിക്കാനും പോകുന്നില്ല. എനിക്ക് തെളിയിക്കാനാണെങ്കിലും ഞാൻ അത് വിട്ടു. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് അവിടെ കഴിഞ്ഞു. എത്രയൊക്കെ വന്നാലും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ട ഒരാളായിരുന്നു ഡോക്ടർ. ഇനി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞില്ലേ, നമ്മളിനിപ്പം അതിനെ കുറിച്ച് ഇനിയിപ്പോ സംസാരിച്ചിട്ടുണ്ടാ, അത് പോട്ടെ. ഡോക്ടറിന്റെ എൻഗേജ്മെന്റ് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നോ ദിൽഷ? എൻഗേജ്മെന്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു, 2-3 വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരൊക്കെ ആയിട്ടുണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് ഇപ്പൊ ബിഗ് ബോസില്? സൂരജുണ്ട് ഹൗസ് വാമിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിലേട്ടൻ, പിന്നെ സുചിത്ര ചേച്ചി ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ശാലിനി, പിന്നെ ജാസ്മിൻ, റിയാസ്, ഡേസി, അപർണ, അവരൊക്കെ എല്ലാവരും നമ്മൾ ഹായ് ബൈ അങ്ങനെ നോർമലായിട്ട്. ഓക്കെ. ഇപ്പൊ ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് ഒക്കെ വരുമ്പോ ആ ഉണ്ടായിരുന്ന മെന്റൽ പ്രഷർ, ഭയങ്കര മെന്റൽ പ്രഷർ, എനിക്ക് പറയേണ്ട ആവശ്യമില്ല, അത് അനുഭവിച്ച ദിൽഷയ്ക്ക് അത് നന്നായിട്ട് അറിയാം. എങ്ങനെ ശരിക്കും അത് ഓവർകം ചെയ്തത്? ബിക്കോസ് നാളെ ഇനിയിപ്പോ ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടായാ മേ ബി ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. കാരണം അത്രത്തോളം മെന്റൽ പ്രഷർ അനുഭവിച്ച ഒരാളാണ് ദിൽഷ. അത്രയും കോൺട്രവേഴ്സീസിൽ നിന്നൊക്കെ എങ്ങനെ ശരിക്കും ഓവർകം ആയേ? ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ, ഈ 100 ദിവസം അവിടെ നിന്നതിനേക്കാളും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പുറത്തിറങ്ങിയിട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വരും എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം അതിന് മാത്രമൊക്കെ എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലടാ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എനിക്കൊരു റീസൺ ഉണ്ട്. പിന്നെ ഞാൻ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അത് അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് എന്തായിരുന്നു എന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഈ ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ഒക്കെ, ഞാനെന്ന് പറഞ്ഞൊരു എൻ്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല, ഒരു ഭാഗത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളല്ല. എപ്പോഴും ഇങ്ങനെ കളിച്ച് ചിരിച്ച് അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കുന്നത്. കാരണം ഒരുപാട് പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റില്ല സത്യത്തിൽ. കാരണം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു പ്രഷർ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതുള്ള ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം കേൾക്കുന്നതും കാണുന്നതൊക്കെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കുറേ സംഭവങ്ങളായിരുന്നു. കുറേ ദിവസം ഞാൻ എൻ്റെ മൊബൈലൊന്നും കൈകൊണ്ടേ തൊട്ടിട്ടില്ല, ഞാൻ എടുത്തിട്ടേ ഇല്ല. എനിക്ക് കുറേ കോൾസ് വരുന്നുണ്ട്, എനിക്ക് എത്ര ഓഫേഴ്സ് വന്നിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ പേരൊക്കെ എന്നെ ഇപ്പോഴും വിളിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ദിൽഷനെ ഞങ്ങൾ ഇങ്ങനൊരു മൂവിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു സംഭവത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് എത്ര മെസ്സേജ് അയച്ചു. ഒരു തമിഴിലൊരു വലിയൊരു പ്രൊജക്റ്റിൽ വരെ അവരെന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല അവർക്ക്. കാരണം ഞാനൊരു കോൾ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല, ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എത്ര നാളായിരുന്നു? കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നു. സങ്കടം വരുന്നുണ്ട്, എന്നെ കാണുമ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്ക് വിഷമാവാ, എൻ്റെ ചേച്ചിക്ക് എനിക്ക് വിഷമാവാണ്. ഞാൻ ആ ദിവസത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ. നമ്മള് സിനിമയിലൊക്കെ കാരണം എൻ്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു ആ ടൈമിൽ, ജൂലൈ 15 ഞാൻ ഇറങ്ങുന്ന ടൈമില്. നമ്മൾ ഈ കുട്ടി ഇതുവരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാ. എൻ്റെ ബർത്ത്ഡേ, അനിയത്തിന്റെ ബർത്ത്ഡേ, നമ്മൾ ഫാമിലി മാത്രം കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിടുക, അങ്ങനെയൊക്കെ അമ്പലത്തിൽ പോവാ, പ്രാർത്ഥിക്കുക. എൻ്റെ അനിയത്തിന്റെ ബർത്ത്ഡേ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെ നടന്നു പോലും എനിക്കല്ല. ഞങ്ങൾ അന്ന് ഒരു പറക്കാട്ടിന്റെ റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവരാണ് ഒരു കേക്ക് കൊണ്ടുവന്നിട്ട് അന്ന് നമ്മൾ കട്ട് ചെയ്തത് ഈവനിങ്ങിൽ, നൈറ്റിലായിരുന്നു തോന്നുന്നു. ആ ഒരു സെലിബ്രേഷൻ മാത്രമേ. കാരണം അന്ന് രാത്രി വരെ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ അന്ന് രാത്രിയായിരുന്നു. അന്ന് വരെ അവിടെ കരച്ചിലും ബഹളൊക്കെ ആയിരുന്നു വീട്ടിൽ. ചിലർ വിളിച്ചിട്ട് പറയുന്നു, എന്താ പറയുക, ഞാൻ ബൈക്ക് ഓടിച്ച് പോകുന്നല്ലേ, ലോറിൻ്റെ അടിയിൽ പെടാൻ നോക്കിക്കോ, അങ്ങനെയൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ചിലരൊക്കെ വിളിച്ചിട്ട് നിന്നെ ജീവനോടെ വെച്ചേക്കൂല. എനിക്കറിഞ്ഞൂടാ, എന്റെ നമ്പർ വരെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ലടാ. കുറേ കോൾസുകൾ വരുന്നുണ്ട്, എൻ്റെ ചുറ്റുള്ളവർക്ക് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് കോളുകൾ. എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, അവളുടെ കൂടെ ഇനി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇതായിരിക്കും ഇനി കിട്ടാൻ പോകുന്ന ഇത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളുടെ മൈൻഡിൽ എന്തൊക്കെയൊക്കെ ഒരു ഭീകരത ഫീൽ ചെയ്യില്ലേ നമുക്ക്. അതായിരുന്നു അവസ്ഥ.
മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവാഹമാണ് റോബിൻ രാധാകൃഷ്ണന്റേതും ആരതി പൊടിയുടേതും. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം റോബിൻ നൽകിയ അഭിമുഖം വഴിത്തിരിവായി ആരതിയുമായി പ്രണയത്തിലാവുകയായിരുന്നു. ആ പ്രണയത്തെക്കുറിച്ചെല്ലാം ഇരുവരും നേരത്തെ പലതവണ സംസാരിച്ചിട്ടുമുണ്ട്. ഗംഭീരമായി നടന്ന വിവാഹ നിശ്ചയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇനി കല്യാണമാണ്. വരുന്ന ഫെബ്രുവരി 16-നാണ് റോബിൻ രാധാകൃഷ്ണൻ ആരതി പൊടി വിവാഹം. അടുത്തിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ റോബിൻ വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചു. വലിയ ആർഭാടമായി നടത്തുന്ന വിവാഹമൊന്നുമല്ല, അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പങ്കെടുക്കുന്ന കുറച്ചധികം ചടങ്ങുകളുള്ള വിവാഹമായിരിക്കും. പിന്നെ വിവാഹ ജീവിതത്തിൽ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത് ഓർമ്മിച്ചു വയ്ക്കാൻ പാകത്തിന് മനോഹരമാക്കുമെന്നാണ് റോബിൻ പറഞ്ഞത്. കല്യാണ വിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ് ഡിസൈനിങ്ങും മറ്റും പൂർത്തിയായി വരുന്നു. കല്യാണത്തിന് ലാലേട്ടനെ പോയി വിളിക്കും. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങും. വരുന്ന കാര്യം അറിയില്ല, അദ്ദേഹം തിരക്കുള്ള ആളല്ലേ, വന്നാൽ സന്തോഷം എന്നാണ് റോബിൻ പറഞ്ഞത്. കല്യാണത്തിന് ശേഷമുള്ള ഹണിമൂൺ അല്പം വ്യത്യസ്തമായിരിക്കും എന്നും റോബിൻ വ്യക്തമാക്കുന്നുണ്ട്. 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പ്ലാൻ ആണ് ഇപ്പോൾ തങ്ങൾക്ക്. 27-ൽ അധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കും. തന്റെ ഒരു ഫ്രണ്ടാണ് ഈ വ്യത്യസ്തമായ ഹണിമൂൺ പ്ലാൻ പാക്കേജ് തന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു ഹണിമൂൺ പ്ലാൻ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. താൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളല്ല. അപ്പോൾ പിന്നെ കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യാം എന്നാണ് തങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്നും പറയുന്നു.